ഉണ്ണി ബാലകൃഷ്ണൻ, ഇപ്പോൾ ആഷിഖ് അബു പറഞ്ഞ ആ പൊളിറ്റിക്കൽ വിൽ, രാഷ്ട്രീയ ഇച്ഛാശക്തി അതില്ല എന്നത് കേരളീയ പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ട് കഴിഞ്ഞില്ലേ? ഇപ്പോൾ അങ്ങനെ ഒരു നഗ്നതയിൽ നിൽക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ഒരു സർക്കാർ മാറുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര നാണക്കേടാണ് ശ്രീ ഉണ്ണി ബാലകൃഷ്ണൻ. ആ വാക്ക് വളരെ പ്രധാനമാണ്. ഇപ്പോൾ ആഷിഖ് അബു ഉപയോഗിച്ചിരിക്കുന്ന പൊളിറ്റിക്കൽ വിൽ, രാഷ്ട്രീയ ഇച്ഛാശക്തി എന്ന വാക്ക് വളരെ പ്രധാനമാണ് സുജയ. കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നേരത്തെ കണ്ടിട്ടുണ്ടല്ലോ, സുപ്രീം കോടതിയുടെ ഒരു വിധി ഉണ്ടായിരുന്നു ശബരിമലയിലെ സ്ത്രീ പ്രവേശനം സംബന്ധിച്ച്. ശബരിമലയിൽ സ്ത്രീകൾക്ക് കയറാം, അവിടെ ഒരു ജെൻഡർ ഇനീക്വാലിറ്റി നിലനിൽക്കുന്നു എന്ന് രാജ്യത്തെ പരമോന്നത കോടതി പറഞ്ഞപ്പോൾ ആ റിപ്പോർട്ടിനെ, ആ പറയുന്ന വിധി പ്രസ്താവത്തെ ശിരസാ വഹിച്ചുകൊണ്ട് അടുത്ത ദിവസം തന്നെ അത് നടപ്പാക്കാൻ തീരുമാനിച്ച സർക്കാരാണ് ഒന്നാം പിണറായി സർക്കാർ. ഈ രാജ്യത്ത്, ഈ സംസ്ഥാനത്തെ സ്ത്രീകൾക്ക് അവരുടെ വിശ്വാസം ഉയർത്തിപ്പിടിക്കാനും ഏത് ക്ഷേത്രങ്ങളിലും പോകാനും അവകാശമുണ്ട് എന്നുള്ള ആ വിധി പ്രസ്താവത്തിന് അനുകൂലമായി നിലപാടെടുത്ത് സംസ്ഥാനത്തുടനീളം വനിതാ മതിൽ കെട്ടിയ അങ്ങനെ ഒരു രാഷ്ട്രീയ ഇച്ഛാശക്തി കാണിച്ച സർക്കാരാണ് 2016 അധികാരത്തിൽ വന്ന ഒന്നാം പിണറായി സർക്കാർ. അതിനവർക്ക് രാഷ്ട്രീയ വില നൽകേണ്ടിയും വന്നു. അങ്ങനെയെങ്കിൽ ഇപ്പോൾ അതിശക്തമായി നടക്കുന്ന ചൂഷണങ്ങളെ സംബന്ധിച്ച്, ഒരു തൊഴിലിടത്തിൽ നടക്കുന്ന ചൂഷണങ്ങളെ സംബന്ധിച്ച് ഒരു കമ്മിറ്റി പഠിച്ച് റിപ്പോർട്ട്, അതും ഒരു ഹൈക്കോടതിയിലെ ജസ്റ്റിസ് ആയിരുന്ന ജസ്റ്റിസ് ഹേമയുടെ നേതൃത്വത്തിലുള്ള ഒരു കമ്മിറ്റി പരിശോധിച്ച് നൽകിയ റിപ്പോർട്ടിനുമേൽ എന്തുകൊണ്ട് ആ പൊളിറ്റിക്കൽ വില്ല് കാണിച്ചില്ല എന്ന് ചോദിക്കുമ്പോൾ ഇക്കാര്യത്തിൽ രാഷ്ട്രീയ സംഘടന എന്ന നിലയ്ക്ക് CPM നേതൃത്വം കൊടുക്കുന്ന സർക്കാരിനും ഒരു ഇരട്ടത്താപ്പുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ചില സിനിമാ മേഖലയിലുള്ള താരങ്ങളുടെ സമ്മർദ്ദത്തിനും അവരുടെ താല്പര്യങ്ങൾക്കും ഈ സർക്കാർ വഴിപ്പെട്ടോ എന്ന് പൊതുജന സമൂഹത്തിന് സംശയം തോന്നിയാൽ പൊതുജനങ്ങളെ കുറ്റപ്പെടുത്തരുത്. ഈ മാധ്യമ പ്രവർത്തകർ 24 മണിക്കൂറും പരിശ്രമിച്ചില്ലായിരുന്നുവെങ്കിൽ ഈ റിപ്പോർട്ട് പുറത്തു വരുന്ന പ്രശ്നമേ ഇല്ല സുജയ. ഒരു സംസ്ഥാനത്തെ വ്യവസായ മേഖലയിൽ, സിനിമ എന്ന് പറയുന്ന വ്യവസായ മേഖലയിൽ സ്ത്രീകൾക്ക് കടന്നു ചെല്ലാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നും അവർ അവിടെ സെക്ഷലി എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടുന്നു എന്നും ഒരു കമ്മിറ്റി പഠിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് 4.5 വർഷക്കാലം ആ റിപ്പോർട്ടിൻ്റെ മേൽ ഒരു നടപടിയും എടുക്കാതിരുന്ന പിണറായി സർക്കാർ, CPM സർക്കാർ, ഇടതുപക്ഷ സർക്കാർ ഇപ്പോൾ പൊതുജനങ്ങൾക്കു മുമ്പിൽ എന്താണ് പറയുക, അവരുടെ മുഖം മൂടി അഴിഞ്ഞു വീണിരിക്കുന്നു എന്നുള്ളതാണ്. ആ യാഥാർത്ഥ്യത്തെ രാഷ്ട്രീയമായി ബോധ്യപ്പെട്ടതുകൊണ്ടാണ് KN ബാലഗോപാൽ ഇന്ന് അത്തരത്തിലൊരു നിലപാടെടുത്തത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ കാര്യത്തിൽ എന്ത് നടപടിയും സ്വീകരിക്കുവാനുള്ള നിയമപരമായ ശക്തി ഇന്നത്തെ രാജ്യത്തെ നിയമങ്ങളിൽ സംസ്ഥാന സർക്കാരിന് അല്ലെങ്കിൽ ഭരണകൂടങ്ങൾക്ക് നൽകുന്നുണ്ട്, അഡ്മിനിസ്ട്രേഷൻ നൽകുന്നുണ്ട്. അതുതന്നെയാണെന്ന് കോടതി ചോദിച്ചത്. നിങ്ങൾ എന്തുകൊണ്ട് ഈ കാര്യത്തിൽ ആക്ട് ചെയ്തിട്ടില്ല? ഇനി നിങ്ങൾ എടുക്കാൻ പോകുന്ന എല്ലാ നടപടികളും സത്യവാങ്മൂലമായി ഈ കോടതിയിൽ സമർപ്പിക്കണം. നിങ്ങളുടെ കയ്യിലുള്ള റിപ്പോർട്ട് മുദ്രവെച്ച കവറിൽ ഈ കോടതിക്ക് മുമ്പാകെ ഹാജരാക്കണം. നിങ്ങൾക്ക് ഈ മൊഴി നൽകിയ പെൺകുട്ടികളുടെ അല്ലെങ്കിൽ സ്ത്രീകളുടെ സ്വകാര്യത മറച്ചു വെച്ചുകൊണ്ട് തന്നെ നടപടികളിലേക്ക് പോകാമായിരുന്നല്ലോ. അതെന്തുകൊണ്ട് ചെയ്തില്ല? ഈ സമൂഹത്തിലെ ഗൗരവതരമായി ബാധിക്കുന്നൊരു പ്രശ്നമല്ലേ ഇത്? ഈ രീതിയിൽ അതിശക്തമായ നിരീക്ഷണങ്ങളാണെന്ന് കോടതി രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് മാത്രമല്ല, സംസ്ഥാനത്തെ വനിതാ കമ്മീഷനെ ഇതിനകത്ത് കക്ഷി ചേർത്തു എന്ന് മാത്രവുമല്ല, ഈ കാര്യത്തിലൊരു ക്രിമിനൽ ആക്ടിവിറ്റി നടന്നിരിക്കുന്നുവെന്നും അതുകൊണ്ട് ഇതിൻ്റെ പേരിൽ ഒരു ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം വേണമെന്നും ഒരു ഹർജി വന്നപ്പോൾ കോടതി ആ ഹർജി ഫയലിൽ സ്വീകരിച്ചിരിക്കുന്നു. ആ അർത്ഥത്തിലേക്ക് അതിശക്തമായ നിലപാട് കോടതി ഈ കാര്യത്തിൽ എടുത്തു എന്ന കാര്യത്തിലൊരു സംശയവും വേണ്ട. കോടതി ഇതിൻ്റെ തുടക്കം മുതൽ വളരെ പോസിറ്റീവായ നിലപാടാണ് ഈ കാര്യത്തിൽ എടുത്തിട്ടുള്ളത്. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരാതിരിക്കാൻ പലതരത്തിലുള്ള നീക്കങ്ങളുമായി കോടതിയെ സമീപിച്ചവർക്കൊക്കെ കനത്ത തിരിച്ചടിയാണ് കോടതി നൽകിയത്. അതുകൊണ്ടാണ് ഈ റിപ്പോർട്ട് വെളിച്ചം കണ്ടത്. ഈ റിപ്പോർട്ട് വെളിച്ചം കണ്ടതിന് ശേഷം ഈ റിപ്പോർട്ടിൻ്റെ മേൽ ഇനിയിപ്പം മിണ്ടാതിരിക്കാം, നിശബ്ദത പാലിക്കാം എന്ന് കരുതിയവർക്കൊക്കെയും വലിയ തിരിച്ചടിയായിട്ടാണ് ഇന്ന് കോടതിയുടെ ഇടപെടൽ വന്നിരിക്കുന്നത്. അതായത് കോടതി ഒരു ജുഡീഷ്യൽ ആക്ടിവിസത്തിലേക്ക് വന്നിരിക്കുന്നു. പൊതുജനത്തിൻ്റെ വികാരം എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കുന്നു. സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യവസായ മേഖലകളിൽ സ്ത്രീകൾ സുരക്ഷിതരല്ലെങ്കിൽ നമ്മളുടെ സമൂഹത്തെ എങ്ങനെയാണ് ഒരു ജനാധിപത്യ പുരോഗമന സമൂഹം എന്ന് വിശേഷിപ്പിക്കുക? ആ ബോധം കോടതിക്കുണ്ട്. അതുകൊണ്ട് തന്നെ കോടതിയും യഥാർത്ഥത്തിൽ ഈ സ്ത്രീപക്ഷത്തിൽ നിന്നുകൊണ്ട് WCC ഉയർത്തിപ്പിടിച്ച ആവശ്യങ്ങളെ പിന്തുണച്ചുകൊണ്ട് മാധ്യമങ്ങൾ ഉയർത്തിവിട്ട ഒരു സാമൂഹ്യ പ്രശ്നത്തെ ഏറ്റെടുത്തുകൊണ്ട് കൃത്യമായൊരു നിലപാടെടുത്തിരിക്കുന്നു. ആ അർത്ഥത്തിൽ കേരളത്തിൽ നിന്ന് കോടതി എടുത്തിരിക്കുന്ന നിലപാടെന്ന് പറയുന്നത് തീർച്ചയായും ഇതൊരു പഴയ കാലമായിട്ട് ആരും കാണാൻ നിൽക്കേണ്ട എന്നാണ് കോടതി കൃത്യമായി പറഞ്ഞിരിക്കുന്നത്. ഉണ്ണി ബാലകൃഷ്ണൻ, if any cognizable offence is disclosed in the committee, whether a criminal action is necessary or not is to be decided by this court. കുറ്റം ചെയ്തത് കമ്മിറ്റിയുടെ മുന്നിൽ വന്നിട്ടുണ്ട് എങ്കിൽ അതിൽ ക്രിമിനൽ നടപടി വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ഉത്തരവാദിത്തപ്പെട്ട ഒരു ജുഡീഷ്യൽ ഫോറമാണ്. ഇവിടെ കോടതിക്ക് മുന്നിലേക്ക് ഒരു PIL വന്നിരിക്കുകയാണ്. സർക്കാരിന് നിയമ നടപടികളുമായി മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ആരെങ്കിലും നിയമ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് മുന്നിലേക്ക് വരണം. അങ്ങനെ വന്നിട്ടുണ്ടോ? വന്നിട്ടില്ല എന്നുള്ള ഉത്തരം വ്യക്തമാണ്. അതും കോടതി പറയുന്നുണ്ട്. അങ്ങനെ ആരും വരും എന്ന് പ്രതീക്ഷിക്കാൻ കഴിയാത്ത സാഹചര്യത്തെക്കുറിച്ച് ഈ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ മുന്നിലുമുണ്ടല്ലോ ഉണ്ണി ബാലകൃഷ്ണൻ. പക്ഷേ ലൈംഗിക ചൂഷണവും അക്രമവും നടന്നു. അത് ഒരു യാഥാർത്ഥ്യമായി നമ്മുടെ മുന്നിലുണ്ട്. അക്രമികൾക്കെതിരെ എന്ത് നടപടിയെടുക്കാം എന്നത് ചിന്തിക്കേണ്ടതുണ്ട്. അതേക്കുറിച്ച്
അതിനെക്കുറിച്ച് ആലോചനകൾ, ഒപ്പം നിയമപരിഹാരം, അതിനായൊക്കെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. അത് കോടതി കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതിൽ കൺഫ്യൂഷന്റെ ഒരു കാര്യവുമില്ല. ആകാശം തെളിഞ്ഞു കഴിഞ്ഞു. ആകാശത്തെ നക്ഷത്രങ്ങൾക്കൊക്കെ നല്ല തെളിച്ചം വന്നു. ഉണ്ണി ബാലകൃഷ്ണൻ, ഈ നോക്കൂ സുജയ, ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട നിയമ വിദഗ്ധർ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഒരു സ്ഥലത്തൊരു ബലാത്സംഗം നടന്നു. ആ ബലാത്സംഗം നടന്നതിനെ സംബന്ധിച്ചൊരു ഇൻഫർമേഷൻ പോലീസിന് കിട്ടുന്നു. ആ പോലീസ് സംഘം ബലാത്സംഗം നടന്ന സ്ഥലത്തേക്ക് ചെല്ലുന്നു. അപ്പോൾ ഈ ബലാത്സംഗം ചെയ്യപ്പെട്ട സ്ത്രീക്ക് പരാതിയില്ല എന്ന് പറഞ്ഞാൽ കേസെടുക്കാതിരിക്കാൻ കഴിയുമോ? അവിടെ ഒരു ക്രിമിനൽ ആക്ടിവിറ്റി നടന്നിരിക്കുന്നു. ആ ക്രിമിനൽ ആക്ടിവിറ്റിക്ക് എതിരായിട്ടൊരു കേസ് എടുത്തേ പറ്റൂ. അവിടെ ഏതെങ്കിലും ഒരു പരാതിക്കാരി ഉണ്ടാകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഈ പൊതുസമൂഹത്തിലൊരു നിയമവാഴ്ചയുണ്ട്. ആ നിയമവാഴ്ചയെ ധിക്കരിച്ചുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ക്രിമിനൽ ആക്ടിവിറ്റി നടന്നാൽ പോലീസ് അവിടെ എത്തിയാൽ പോലീസിന് സ്വമേധയാ കേസെടുക്കാം. അതിനുള്ള നിയമങ്ങളുണ്ട് ഈ രാജ്യത്ത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പരാതി വന്നാൽ മാത്രമേ കേസെടുക്കൂ എന്ന് പറയുന്നത്. അതായത് ഉണ്ണി ബാലകൃഷ്ണൻ, കോടതിയുടെ ഈ പരാമർശങ്ങളെ അല്ലെങ്കിൽ അവസാനം പറഞ്ഞിരിക്കുന്ന ഭാഗത്തെ നമ്മളൊന്ന് എടുത്ത് അതിൽ ഒരു അനാലിസിസിലേക്ക് പോയി കഴിഞ്ഞാൽ, ഉണ്ണി ബാലകൃഷ്ണൻ, നിങ്ങളുടെ കയ്യിൽ 4.5 കൊല്ലം ആ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് പല കോണുകളിൽ നിന്ന് ആവശ്യങ്ങൾ, സമ്മർദ്ദങ്ങൾ അതൊക്കെ ഉയർന്നപ്പോൾ ആ റിപ്പോർട്ട് പുറത്തുവിടേണ്ടി വന്നിരിക്കുന്നു. മാധ്യമങ്ങളുടെ റിപ്പോർട്ട് അടക്കമുള്ള മാധ്യമങ്ങളുടെ സമ്മർദ്ദം അതിനകത്തുണ്ട് എന്നത് നമുക്കറിയാം. നമ്മൾ എത്രമാത്രം ആ റിപ്പോർട്ട് പുറത്തു വരാൻ വേണ്ടി പണിയെടുത്തു എന്നുള്ളത്. അപ്പോൾ ആ രീതിയിൽ തന്നെ ആ റിപ്പോർട്ട് പുറത്തേക്ക് വരുന്നത് 4.5 വർഷത്തിന് ശേഷമാണ്. അപ്പോഴും അതിലെ 62 പേജുകൾ വെളിച്ചം കാണാതെ ഇരുട്ടത്തിരിക്കുകയാണ്. അത് വേണ്ട, ആ റിപ്പോർട്ട് ഇങ്ങോട്ട് തന്നോളൂ. ഇനി എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞങ്ങൾ പറഞ്ഞു തരാം എന്നല്ലേ കോടതി എന്ന് പറഞ്ഞത്, ഡിവിഷൻ ബെഞ്ച് പറഞ്ഞത്? ഉണ്ണി ബാലകൃഷ്ണൻ, നിശ്ചയമായും കോടതി ഇക്കാര്യത്തിൽ ശക്തമായി ഇടപെട്ടിരിക്കുന്നു എന്നതിന് ഇതിനപ്പുറം എന്ത് തെളിവാണ് വേണ്ടത്? 4-5 കാര്യങ്ങളൊന്നും കോടതി ചെയ്തിട്ടുണ്ട്. കോടതി വലിയ ഉയർന്ന നിലവാരത്തിൽ അതിന്റെ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി ഇന്ന് പ്രവർത്തിച്ചിരിക്കുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവും ഇനി ആർക്കും ആവശ്യമില്ല. നോക്കൂ, കോടതി ആവശ്യപ്പെട്ടിരിക്കുന്ന എന്താണ്? നിങ്ങൾ മറച്ചു വെച്ചിരിക്കുന്ന തെളിവുകൾ അടക്കമുള്ള എല്ലാ ഭാഗങ്ങളും ഉൾപ്പെടുന്ന പൂർണ്ണമായ റിപ്പോർട്ട് ഒരു മുദ്രവെച്ച കവറിൽ കോടതിക്ക് മുമ്പിൽ ഹാജരാക്കണം. അതിന്റെ അർത്ഥം കോടതി ആ റിപ്പോർട്ട് മുഴുവൻ പരിശോധിക്കാൻ പോകുന്നു എന്നാണ്. കോടതി ആ റിപ്പോർട്ട് മുഴുവൻ പഠിക്കാൻ പോകുന്നു എന്നാണ്. അതുമാത്രവുമല്ലല്ലോ, നിങ്ങൾ ഇനി തുടർന്ന് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ സംബന്ധിച്ചൊരു സത്യവാങ്മൂലം കോടതിയിൽ സമർപ്പിക്കണം. ആരോടാണ് ഇത് ആവശ്യപ്പെട്ടിരിക്കുന്നത്? സർക്കാരിനോടാണ് ഇത് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കോടതി ഇതിന്റെ മേളിൽ ഒരു മോണിറ്ററിംഗ്, ഒരു നിരീക്ഷണം നടത്താൻ പോകുന്നു എന്നതിന് ഇതിനപ്പുറം എന്ത് തെളിവാണ് വേണ്ടത്?